രാവിലെ 1-2 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ചെടി സംരക്ഷണം ഇന്ന് ഈവനിങ് ആക്കാമെന്ന് കരുതി. അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് തൂത്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ചെടികളൊക്കെ ആകെ വാടി നിൽക്കുന്നു. അമ്മാതിരി ചൂടാണ് കേട്ടോ. അപ്പോൾ ഡെയിലി നനച്ച് കൊടുക്കാതെ രക്ഷയില്ല. അപ്പോൾ എല്ലാത്തിനെയും നല്ല തണുക്കത്തക്ക രീതിയിലൊന്ന് നനച്ച് കൊടുത്തു. അക്കൂട്ടത്തിലാണ് ഞാനൊരു പ്ലാന്റിനെ ശ്രദ്ധിച്ചത്. അപ്പോൾ അതിനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയത് ഇതാണ് ബ്രൊമലിയാഡ് പ്ലാന്റ്. വളരെ മനോഹരമായി നമുക്ക് മരത്തിലും പോട്ടിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ്. അപ്പോൾ ഈ കാണുന്നതും ഒക്കെ തന്നെ നമ്മുടെ കണ്ണിന് പെട്ടെന്ന് ആകർഷിക്കുന്ന അതിമനോഹരങ്ങളായ ബ്രൊമലിയാഡ് പ്ലാന്റുകളാണ്. ബ്രൊമലിയാഡ് മാത്രമല്ല, നോർജീരിയ, ക്രിപ്റ്റാന്തസ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ അടുക്കാൻ പറ്റാത്ത വിലയും കൊടുക്കണം. അപ്പോൾ ഇത് സാധാരണ എൻ്റെ വീട്ടിലുള്ള നോർമൽ ആയിട്ടുള്ള നമുക്ക് എളുപ്പത്തിലൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ബ്രൊമലിയാഡാണ്. വളരെ ഭംഗിയിൽ ഹെൽത്തി ആയിട്ട് വളരേണ്ട ഈ കാണുന്ന സ്ഥലത്ത് നിറയെ വെള്ളം എപ്പോഴും നിൽക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് ഇത് വളർന്നു വരും. നല്ലൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണിത്. അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റിലൊക്കെ വെക്കണമെങ്കിൽ ഇതുപോലെ ബ്രാഞ്ചുകൾ വരും. ആ ബ്രാഞ്ചിൽ നിന്ന് ഇതുപോലെ റൂട്ടുകളും ഉണ്ടാകും. ആ റൂട്ട് വരുന്ന ഭാഗത്തിൻ്റെ തൊട്ടിപ്പുറത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് പുതിയ പുതിയ പ്ലാന്റുകൾ പോട്ടി മിക്സിലാക്കി വെച്ച് കൊടുത്ത് വളർത്താവുന്നതാണ്. ബ്രൊമലിയേസിയ എന്ന ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇത് തന്നെ പല പല വെറൈറ്റികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് സാധാ നോർമൽ ആയിട്ടുള്ള എൻ്റെ ഉള്ള രണ്ടാമത്തെ ഒരു ബ്രൊമലിയാഡാണ് ഇത്. അതുപോലെ മറ്റൊന്നാണ് ഇതിലിങ്ങനെ സ്ട്രൈപ്സ് ഒക്കെ വന്ന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ പല ബ്രൊമലിയാഡ്സിലും പൂക്കൾ ഉള്ളവയുമുണ്ട്, അതേപോലെ പൂക്കൾ ഇല്ലാത്തവയുമുണ്ട്. നമ്മളെ നോർജീലിയയും അതേപോലെ ക്രിപ്റ്റാന്തസും ഒക്കെ പോലെ നമുക്ക് മരങ്ങളിലൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വളർത്താവുന്നതാണ്. ഇനി മരങ്ങളിലല്ല എങ്കിൽ നമുക്ക് പോട്ടിലും വളർത്താം. ഇതൊന്ന് വേറൊരു ടൈപ്പിലാണ്. നല്ല ഭംഗിയുള്ള ഗ്രീനിൽ സൈഡിലൊക്കെ ഒരു ഓഫ് വൈറ്റ് കളറൊക്കെ ഇങ്ങനെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ബ്രൊമലിയാഡാണ്. അപ്പോൾ ഇതിനെ ഞാൻ ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടാണ് വളർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ മരത്തിലേക്ക് സെറ്റ് ചെയ്താൽ നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇൻഡയറക്റ്റ് സൺലൈറ്റ് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റിനെ സെറ്റ് ചെയ്ത് വളർത്താൻ. എങ്കിൽ മാത്രമേ നല്ല ഭംഗിയിൽ ഈ ഒരു പ്ലാന്റ് വളർന്നു വരും. ഇതിനൊരു നാച്ചുറൽ ലുക്ക് വരാൻ മരത്തിലേക്ക് സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ബ്രൊമലിയാഡിനെ മരത്തിലേക്ക് സെറ്റ് ചെയ്യാം. അതുവരേക്കും ടാറ്റ.